നമസ്കാരം. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് നമ്മുടെ പരിണാമത്തോളം തന്നെ പഴക്കമുണ്ട്. ചില ഇടവേളകളിൽ അത് കൂടിയും കുറഞ്ഞും ഇരിക്കും. എന്നാൽ അടുത്ത കാലത്ത് മലയോര മേഖലയിലെയും വനാതിർത്തികളിലെയും സ്വൈര്യജീവിതത്തിന് നിരന്തരം ശല്യമാവുകയാണ് വന്യമൃഗങ്ങൾ. ആനയും കടുവയും പുലിയും കാട്ടുപന്നിയുമൊക്കെയായി മനുഷ്യന്റെ ഉറക്കം കെടുത്തുകയാണ് കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ. അതിനിടെ നിയന്ത്രിത വന്യമൃഗവേട്ടയ്ക്ക് അനുമതി നൽകണമെന്ന് പരിസ്ഥിതി ഗവേഷകൻ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലരുത് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഗാഡ്ഗിലിന്റെ പ്രതികരണം. പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാകും. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അനിമൽ ആക്ടിവിസ്റ്റ് ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ, ശ്രീ CR നീലകണ്ഠൻ പരിസ്ഥിതി പ്രവർത്തകൻ, വന്യജീവി വിദഗ്ധൻ ഡോക്ടർ ഈസ, അതോടൊപ്പം തന്നെ ബിനോയ് ചാക്കോ, സന്തോഷ്. ഇവർ ധോണിയിൽ കാട്ടാന ശല്യം നേരിടുന്ന പ്രദേശവാസികൾ ആണ്. ആദ്യം ഡോക്ടർ ഈസയിലേക്ക്. ഡോക്ടർ ഈസ, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ ശല്യം എന്നത് ഒരു കാലത്തും പുതുമയുള്ള ഒരു വിഷയമായി നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ തോത് അതൊക്കെയാണ് ഈ വാർത്തകളിൽ ഇടം പിടിക്കുന്ന സാഹചര്യമുണ്ടാകുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ആയിരുന്നു വയനാട്ടിൽ ഒരു വന്യജീവിയുടെ ആക്രമണത്തിൽ കർഷകൻ മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി യുവാവ് ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. നിരവധി വളർത്തുമൃഗങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ചത്തുപോകുന്ന സാഹചര്യമുണ്ടാകുന്നു. കാട്ടാന ഉൾപ്പെടെ കൃഷി നശിപ്പിക്കുന്നു, ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ നഗരപ്രദേശങ്ങളിലൂടെ കാട്ടുപന്നിക്കൂട്ടം ഓടി നടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തു തന്നെയാണ് എങ്കിലും ഈ വന്യജീവികളെ നേരിടുന്നത് യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിലാണോ ഇപ്പോൾ കേരളം? ഇതില് ഇപ്പോ ശാസ്ത്രീയമായ രീതിയിലാണോ എന്നുള്ള ചോദ്യത്തില് ഉത്തരം പറയണമെങ്കിൽ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് ഇതുവരെ നമ്മൾ ചെയ്ത പ്രതിരോധ നടപടികളെ പറ്റി പറയേണ്ടി വരും. നമ്മളിപ്പോ വയനാട്ടിലാണെങ്കിലും പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ പറയുക പ്രതിരോധ നടപടികൾ പ്രാദേശികമായ ആ സ്ഥലത്തിന്റെ കിടപ്പനുസരിച്ചാകണം. ഏത് ജീവിയെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള അനുസരിച്ചായിരിക്കണം. അതേപോലെ തന്നെ എത്രമാത്രം പ്രശ്നമുണ്ട് എന്നുള്ളതിനെ അനുസരിച്ചായിരിക്കണം എന്നാണ് നമ്മൾ പറയുക. അതേപോലെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കണം. അത് വളരെയധികം പണം ചെലവഴിക്കുന്നതിന് പകരം നമുക്ക് കുറച്ച് പണം കൊണ്ട് കൂടുതൽ മെച്ചം കിട്ടുന്ന രീതിയിലായിരിക്കണം. നമ്മളിപ്പോ കേരളത്തിൽ എവിടെ എടുത്തു നോക്കിയാലും നമ്മളൊക്കെ കാണുന്നത് ആഫ്രിക്കയിൽ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. അതിപ്പോ സോളാർ പവർ ഫെൻസിങ് ആണ് വളരെ പോപ്പുലർ ആയിട്ടുള്ളതും വളരെ ഇഫക്റ്റീവ് എന്ന് ഞാൻ പറയുന്നത് സോളാർ പവർ ഫെൻസിങ്, അതായത് സൗരോർജ വൈദ്യുത വേലി. അതാണ് സാധാരണഗതിയിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷെ അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം, നല്ല മെറ്റീരിയൽസ് ഉപയോഗിക്കണം. അല്ല, അവിടെ സാർ ഈ പറഞ്ഞ കാര്യം, അതായത് ഈ ആഫ്രിക്കയിൽ നിന്നുള്ള രീതി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രകൃതിക്ക് ചേരുന്നതാണോ, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ സ്വീകരിക്കേണ്ട അത് അതേപടി കോപ്പി ചെയ്യുകയാണോ വേണ്ടത്? അതാണ് പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. അതായത് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് വേണം. വയനാട്ടിലെ തന്നെ ചതുപ്പ് നിലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ സോളാർ പവർ ഫെൻസ് പ്രായോഗികമാകില്ല, ശരിയാവില്ല. അതേസമയം അവിടെ ഒരു പക്ഷേ സ്റ്റീൽ റോപ്പ് വെച്ചിട്ടുള്ള അതായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഫലപ്രദമാകുക. അപ്പൊ ഓരോ പ്രദേശത്തിന്റെയും ഭൂമിയുടെ പ്രത്യേകത അനുസരിച്ചും പിന്നെ നമ്മൾ ഏത് ജീവിയെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോ പന്നി മാത്രമാണോ അതോ മറ്റു എല്ലാ മൃഗങ്ങളെയും അകറ്റി നിർത്തുന്നതിനാണോ നമ്മൾ ഇത് ചെയ്യുന്നത്? അതിനനുസരിച്ചുള്ള നടപടികളാണ് എടുക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഇട്ടിരിക്കുന്ന സോളാർ പവർ ഫെൻസ് ഒക്കെ ഇപ്പോ വയനാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സോളാർ പവർ ഫെൻസ് എത്രയായിട്ടിരിക്കുന്നത് നമ്മള്, പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതേസമയം പ്രൈവറ്റ് പാർട്ടീസ് ഇട്ടിട്ടുള്ള സോളാർ പവർ ഫെൻസ് വയനാട്ടിലും ഉണ്ട്, അട്ടപ്പാടിയിലെ ഭാഗങ്ങളിൽ പോയാലും കാണാം, മൂന്നാറിന്റെ ചില ഭാഗങ്ങളിലും കാണാൻ പറ്റും. വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പൊ പുനലൂരിനടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു മാമ്പഴത്തറ കോളനിയാണെന്നാണ് എന്റെ ഓർമ്മ. ആദിവാസി കോളനിയിൽ സോളാർ പവർ ഫെൻസ് 10 കൊല്ലം ഒരു കുഴപ്പമില്ലാണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു ITI പഠിച്ച ഒരു പയ്യൻ
വളരെ ഭംഗിയായിട്ട് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അപ്പൊ പരിഹരിച്ചു കൊണ്ടുപോകും. മെയിന്റനൻസും നടക്കുന്നുണ്ട്. ഇവിടെ സർക്കാർ ഇത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ആരും ഒന്നും എടുക്കുന്നില്ല. അവരുടെ വിചാരം അതും കൂടി സർക്കാരിന്റെ ജോലിയാണ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ നാടാകെ കിടങ്ങുകൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ കിടങ്ങുകളുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റി ഒരു സോയിൽ കൺസർവേഷൻ ഓഫീസർ തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ വയനാട്ടിൽ നിന്ന് തന്നെ ഒരു റിപ്പോർട്ടുണ്ട്. അത് എത്രമാത്രം ഈ ജലസ്രോതസ്സുകളെ ബാധിക്കുന്നുണ്ട് എന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. നമ്മളത് കൂടാതെ നിരവധി പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ധാരാളം പദ്ധതികൾ പലയിടത്തായിട്ട് നടത്തിയിട്ടുണ്ട്. ഇതൊന്നും ഫലപ്രദമാകാത്തതിന്റെ ഒരു കാരണം അത് നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. രണ്ടാമത് അതിന് വേണ്ട മെയിന്റനൻസ് നടത്തിയിട്ടില്ല. മൂന്നാമത് എല്ലാം കഷ്ണങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ഒരിടത്തും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റിനും അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് അഡ്രസ് ചെയ്യുന്നതിന് പകരം കുറെ പണം അവിടെയും ചെലവഴിക്കും, വേറെ കുറെ പണം വേറെ സ്ഥലത്തും ചെലവഴിക്കും. പിന്നെ വകുപ്പുകൾ തമ്മിലുള്ള ഇപ്പൊ പല സ്ഥലത്തും ഞാൻ പോയപ്പോഴും എനിക്ക് ബോധ്യമായ ഒരു കാര്യം, മിക്ക സ്ഥലത്തും ഇപ്പൊ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് സ്ഥലത്ത് പണം ചെലവഴിച്ച് ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലടത്ത് സോളാർ പവർ ഫണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാര്യമില്ല, കാരണം അവർക്ക് കുറച്ച് പണമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പണം കൊണ്ട് കുറച്ച് അങ്ങ് ചെയ്തു പോയി. പക്ഷെ അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. ഇതേപോലെ തന്നെ പഞ്ചായത്തുകളും ചെയ്തിട്ടുണ്ട് ചിലടത്ത്. പക്ഷെ ഇപ്പോ ഈ അടുത്തൊരു ന്യൂസ്, ഒരു വാർത്ത വന്നിരുന്നു വൈത്തിരിയിൽ നിന്നും. അത് പഞ്ചായത്ത് പ്രതിനിധികളും എല്ലാവരും ജനങ്ങളും ഒക്കെ കൂടി താല്പര്യം എടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അവര് സോളാർ പവർ ഫെൻസ് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതാണ് നമുക്ക് ആവശ്യം. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ സി ആർ നീലകണ്ഠൻ, ശ്രീ സി ആർ നീലകണ്ഠൻ, ഡോക്ടർ ഈസയുടെ വാക്കുകൾ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, ഈ വന്യജീവികളെ പ്രതിരോധിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ് എങ്കിൽ പോലും ഒരു ആസൂത്രണമില്ലായ്മ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇത് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ റോഡിൻ്റെ ടാറിങ്ങും ഒക്കെയായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ടാർ ചെയ്യും, നാളെ വന്ന് ജല അതോറിറ്റി അത് കുത്തിപ്പൊളിക്കും. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിചിതമായ ഒന്ന്. പക്ഷേ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബിനോയ് ചാക്കോ അല്ലെങ്കിൽ സന്തോഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് ഈ വന്യജീവികളുടെ ബുദ്ധിമുട്ട് അതിപ്പോൾ പല ജില്ലകളിലും ഉള്ളവർക്ക് നേരിട്ട് അറിവുള്ള ഒന്നല്ല, കാരണം അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ഞാൻ ആ റോഡിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എന്തായാലും കൃത്യമായി ആസൂത്രണം നടത്തിയാൽ ഈ പ്രദേശവാസികൾക്ക് ഇത്രമേൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എന്ന് വേണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് ശ്രീ സി ആർ നീലകണ്ഠൻ? ഒന്നാമത്തെ കാര്യം, അതിന്റെ ഫങ്ഷണലായി എങ്ങനെയാ അതിന്റെ പ്രവർത്തനത്തിൽ തകരാറ് എന്താണെന്ന് ആ കാര്യത്തിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള എന്റെ സുഹൃത്തുക്കൂടിയായ ഡോക്ടർ ഈസ അത് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഒരുപാട് കാലം ഈ വനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായ കാര്യങ്ങളാണ്. ഞാൻ അതൊന്നും ആവർത്തിക്കുന്നില്ല. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഒക്കെ തകരാറുകൾ ഏതിലും, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ റോഡ് നന്നാക്കുന്നതിലായാലും പാലം പണിയുന്നതിലായാലും കെട്ടിടം പണിയുന്നതിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഒരു ടോയ്ലറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും കഴിയാത്ത സംവിധാനമാണ് നമ്മുടെ പഞ്ചായത്തുകളും ആളുകളോടൊക്കെ നമ്മൾ കണ്ടത്. നല്ലൊരു ടോയ്ലറ്റ് നമ്മുടെ നാട്ടിൽ എവിടെ പോയാലും നമുക്ക് നല്ലൊരു ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റ് കിട്ടാന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ മനുഷ്യൻ എങ്ങനെയെങ്കിലും സഹിക്കും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ മനുഷ്യന്റെ ജീവനും ജീവനോപാധികളും കൃഷിയും വിളയും എല്ലാം തന്നെ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ട് ജീവിത നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വലിയ ജനത കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ തോണിയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഇത് വയനാട്ടിൽ നിന്നാവാം, ഇടുക്കിയിൽ നിന്നാവാം, നിരവധി ഇടങ്ങളിൽ നിന്ന്. ഇപ്പോ എവിടെ ഇല്ലാത്തതെന്ന് അറിയില്ല, ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതിന് നമ്മുടെ അതിരപ്പള്ളി കാടുകളിൽ പോലും ഇപ്പോൾ നമ്മൾ ഇതിന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാളയാറും അതുപോലെയുള്ള പ്രദേശങ്ങളിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായും നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ശാസ്ത്രീയമായ മറ്റൊരു വശം കൂടിയുണ്ട്. അദ്ദേഹം ഡോക്ടർ ഈസ പറഞ്ഞത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലെ തകരാറ് എന്താണ്, അത് വളരെ വ്യക്തമാണ്. മറ്റൊന്നുകൂടി അതിൽ പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള ആളുകളുടെ റിപ്പോർട്ടാണ്. ഒരു പരിസ്ഥിതി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റില്ല. മാധവ് ഗാഡ്ഗിലിനെ പറഞ്ഞതിന്റെ പ്രസ്താവനയെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, രാജ്യത്ത് ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാൽ പലരും പറയാറുണ്ട് ഇത് പരിസ്ഥിതി പ്രവർത്തകരുടെ കുഴപ്പമല്ല. ഈ രാജ്യത്ത് പരിസ്ഥിതി പ്രവർത്തകരൊന്നും അല്ല ഇതിന്റെ തടസ്സം, ഈ രാജ്യത്തെ നിയമങ്ങളാണ് തടസ്സം. പരിസ്ഥിതി പ്രവർത്തകരായ നിയമം പറയുന്നു എന്നുള്ളൂ പലരും. ആ നിയമങ്ങൾ, ഉദാഹരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സെൽഫ് ഡിഫൻസിന് നിങ്ങൾക്ക് ഒരാളെ കൊല്ലാം എന്നാണ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത്. എന്നെ കൊല്ലാൻ വരുന്ന ഒരാളെ എനിക്ക് കൊല്ലാം, എന്നെ കൊല്ലാൻ വരുന്നു എന്ന് ന്യായമായ സംശയം ഉണ്ടെങ്കിൽ, അപ്പൊ തീർച്ചയായിട്ടും ഒരു മൃഗം, ഒരു കടുവ വന്നാൽ എന്നെ കൊല്ലാൻ അത് വരുന്നതെന്നുള്ളത് യാതൊരു, എന്നെ കൊല്ലും,
സാധ്യതയുണ്ട്. മരണ സാധ്യത ഏതാണ്ട് ഒരു മനുഷ്യൻ കത്തിയായി വരുന്നതിനേക്കാൾ വളരെ കൂടുതൽ സാധ്യതയാണ് ഒരു കടുവ നമ്മുടെ മുമ്പിൽ വന്നു നിന്നാൽ. അപ്പോ IPC അനുസരിച്ച് വളരെ കൃത്യമായിട്ട് പ്രൈവറ്റ് ഡിഫൻസ് എന്ന കൂട്ടത്തിൽ ആ കടുവയെ കൊന്നാൽ ഒന്നും തെറ്റും പറയാൻ പറ്റില്ല. കാരണം മനുഷ്യനെ കൊന്നാലില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മാധവ് ഗാഡ്ഗിൽ ആർത്ഥത്തിലാണ്. രണ്ടാമത്തെ കാര്യം, വനം സംരക്ഷിക്കുക എന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ജോലിയായിരിക്കുകയോ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രം കാര്യമല്ല. ഈ രാജ്യത്തെ കർഷകനും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. കർഷകനും വനം ആവശ്യമുണ്ട്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും വെള്ളമൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് വനം സംരക്ഷിക്കുക എന്നത് കർഷകന്റെയും ആവശ്യമാണ്. വനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ വന്യജീവി ഉണ്ടാവണം എന്നതുകൊണ്ട്. ഞാനൊരു ഉദാഹരണം, ഞാനൊരു ചർച്ചയ്ക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് കടുവ പുറത്തിറങ്ങിയതെന്ന് എന്റെ ഒരു സംശയം. ഒരുപക്ഷെ ഡോക്ടർ ഈസയെ പോലെയോ അല്ലെങ്കിൽ വിജയകുമാറിനെ പോലെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നിയ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കാടുകളിൽ ഈ പന്നി എന്ന് പറയുന്ന സാധനം ഇല്ല എന്നാണ് പറയുന്നത്. പലരും പറയുന്നത് പന്നിയൊക്കെ പുറത്താണ്. കാരണം പന്നിക്ക് കാട്ടിൽ കിട്ടുന്നേക്കാൾ എളുപ്പത്തിൽ എല്ലാ ഭക്ഷണവും അവർക്ക് വേണ്ട സാധനം മാലിന്യം ആയാലും മറ്റ് തിന്നാനുള്ള സാധനങ്ങളായാലും നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അവര് നാട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ പന്നി നാട്ടിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായും അതിന്റെ പ്രഡേറ്ററായ കടുവ നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്ന് എന്റെ ഒരു സാമാന്യ ബുദ്ധിയായിട്ടോ, എന്റെ ഒരു ഇതല്ല ഞാൻ പറയണേ. അതിന്റെ ഒരു പ്രഡേറ്റർ നാട്ടിലേക്ക് ഇറങ്ങാം. കടുവ ഇപ്പൊ എന്തുകൊണ്ട് ആന നാട്ടിലേക്ക് ഇറങ്ങണേ എന്ന് ചോദിച്ചാൽ, ആനയ്ക്ക് എളുപ്പത്തിൽ ഭക്ഷണം കിട്ടുന്ന സ്ഥലം താഴെയാണ്. പാവപ്പെട്ട കർഷകന്റെ അവനുണ്ടാക്കി വെച്ച സാധനമാണ് ആനയ്ക്ക് എളുപ്പം കിട്ടുക. ഒരുപക്ഷെ അത് ജീവിക്കുന്ന നാട്ടിൽ അതിന് കിട്ടുണ്ടാവില്ല. പിന്നെ ആന കൂട്ടത്തോടെ വരുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ഇതൊക്കെ നിൽക്കട്ടെ. ഇതിന് പരിഹാരം കാണണമെങ്കിൽ, അവിടെയാണ് എന്റെ ഒരു ചോദ്യം, ഇതിന് പരിഹാരം കാണണമെങ്കിൽ ആദ്യമായി ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു ഡാറ്റയും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ്. എല്ലാവരും ഓരോ ഡാറ്റ ഉണ്ടാക്കും. ഒരാൾ പറഞ്ഞ 500 കടുവയുണ്ട്, ഒരാൾ 100 കടുവയുണ്ട്, ഒരാൾ 50 കടുവയുണ്ട്. ആരുടെ ഈ കണക്ക് ഡോക്ടർ ഈസയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. ഒരാൾ മലയെണ്ണാന്റെ വരെ എണ്ണ എടുത്തിട്ടുണ്ട്. ഒരു ഡാറ്റയിൽ മലയെണ്ണാന്റെ എണ്ണയും ഇത്രയും കാലം ഈസയ്ക്ക് എനിക്കറിയില്ല അവിടെ ഏതെങ്കിലും മനത്തിൽ ഇത്ര മലയെണ്ണാൻ വേണ്ട ഇത്ര കുരങ്ങുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ മലയെണ്ണാന്റെ വരെ എണ്ണ എടുത്തിട്ടിട്ട് ഇത്രയുണ്ട്, അതുകൊണ്ട് ഇതിനൊക്കെ വെടിവെച്ച് കൊല്ലണം. അതല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കാട്ടിലുള്ള ജീവിയെ വെടിവെച്ച് കൊല്ലണം എന്നൊന്നാലും പറയില്ല. അത് വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് അതിന്റെ പെർവ്യൂ അല്ല, അതിന്റെ ഏരിയ അല്ല. അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ ജീവന അപകടം ഉണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലണം എന്ന അർത്ഥത്തിൽ അതിനെ കാണണം. അണ്ട് കാട്ടിൽ പോയിട്ട് എണ്ണം കൂടുതലുണ്ട്, ഞാൻ പറയുന്നത് കടുവ എണ്ണം കൂടുതലുണ്ട്, ഞാനും കണ്ടെത്തുന്നു. ഇതായത് എനിക്ക് തോന്നുന്ന ഒരു ഓഫീസർ എന്ന് പറഞ്ഞു കടുവ 150 എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ എവിടെ നിന്നാണ് കണക്ക് കിട്ടിയത്. എന്റെ അറിവനുസരിച്ച് 2011 ശേഷം ഇതുവരെ പബ്ലിഷ് ചെയ്ത ഡാറ്റ ഒന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലെ കടുവയെ കുറിച്ചൊന്നും. അപ്പൊ തീർച്ചയായിട്ടും ശാസ്ത്രീയമായ പഠനം ആവശ്യമുണ്ട്. അതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു ശാസ്ത്രീയമായ പഠനത്തിന്റെയും പിൻബലത്തിലല്ല നമ്മൾ സംസാരിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ടൊരു സൊല്യൂഷൻ പറയാന്നുള്ളത് ശാസ്ത്രീയമായ പഠനത്തിന് ശേഷം പറ്റുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇക്കാര്യം തന്നെയാണ് മാധവ് ഗാഡ്ഗിലും സൂചിപ്പിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് വരാമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ശ്രീ CR നീലകണ്ഠൻ അക്കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. ശ്രീ വിജയകുമാർ, എന്തുകൊണ്ടായിരിക്കാം ഈ വന്യമൃഗങ്ങളുടെ ഇടപെടൽ ഈ സ്വൈര്യജീവിതത്തിന് തടസ്സമാകുന്ന തരത്തിലേക്ക് മാറുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം എവിടെ നിന്ന് കിട്ടും എന്നതിലാണ് ഇപ്പോഴും വ്യക്തതക്കുറവ്. വനം മന്ത്രി പറയുന്നുണ്ട് വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നുവെന്ന്. ഒരു ഭാഗത്ത് മറ്റു ചിലർ പറയുന്നു മനുഷ്യൻ ഈ വനത്തിലേക്ക് കൂടുതൽ കയ്യേറ്റം നടത്തുന്നുണ്ട്, അതിൻ്റെ ഫലമാണ് എന്ന് പറയുന്നു. അതേസമയം ചില ഡേറ്റകൾ, ചില കണക്കുകൾ പറയുന്നതാകട്ടെ കേരളത്തിൽ വനവിസ്തൃതി വർദ്ധിച്ചു എന്നാണ്. അപ്പോൾ അവിടെയാണ് ഈ CR നീലകണ്ഠൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിന് കൃത്യമായൊരു കണക്കുകളും കാര്യങ്ങളും ഉണ്ടോ? അല്ലെങ്കിൽ ഈ നിയമങ്ങൾ പഴയതായി എന്ന് പറയുമ്പോൾ തന്നെ സാങ്കേതിക വിദ്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇത്തരം കണക്കുകളൊക്കെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ഏകദേശ കണക്കുകൾ, അതിനൊക്കെ സാധിക്കില്ലേ? അപ്പോൾ അതിനപ്പുറത്ത് എന്താണ് ഈ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മറുപടികളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ആദ്യമായിട്ട് നമ്മുടെ വനം വകുപ്പ് മന്ത്രി യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് നേരിട്ട് കാട്ടിൽ പോയിട്ട് എണ്ണം എടുക്കാൻ വനം വകുപ്പ് മന്ത്രിയല്ലല്ലോ ചെയ്യുന്നത്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു നമ്പർ, അതായത് കാട്ടിലുള്ള മൃഗങ്ങളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ള വിധത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയിരിക്കണം. കിട്ടാതെ അദ്ദേഹം ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ പബ്ലിഷ് ചെയ്യാതിരിക്കുന്ന പല കണക്കുകളും വനം വകുപ്പിന്റെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇത്രയും കാലം അത് പൂർണ്ണമായിട്ടും പലരും സമ്മതിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ ഉള്ളതല്ല, അത് ആനയുടെ സ്വാഭാവികമായ ഇടത്തിലേക്ക് അത് കടന്നു വരികയാണ്, കാട് കയ്യേറ്റം കൊണ്ടാണ് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്തരത്തിലുള്ള ഒരു വാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നിലവിൽ ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കാടുകളിലെ മൃഗങ്ങളുടെ എണ്ണമാണോ അവിടെയുള്ള ഭക്ഷണ ലഭ്യതയുടെ പ്രശ്നമാണോ എന്തോ പ്രശ്നമായാലും
മൃഗങ്ങൾ കാടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് സംശയമില്ലാതൊരു കാര്യം. അതെ, അവിടെ ശ്രീ വിജയകുമാർ, ഞാനൊന്ന് ഇടപെടുന്നത് ഇപ്പോൾ ഈ CR നീലകണ്ഠൻ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, 150 കടുവയുണ്ട്, 50 കടുവയുണ്ട്, മലയെണ്ണാന്റെ എണ്ണം ഇത്രയാണ് എന്നൊക്കെ തിട്ടപ്പെടുത്തുന്നുവെങ്കിൽ അത് ആ നിലയിൽ തന്നെയല്ലേ ഈ അധികൃതർ വിശദീകരിക്കേണ്ടത്? നമ്മളിപ്പോൾ ഒരു വിവരാവകാശ നിയമത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്? ആളുകളോട് സുതാര്യമായി ഭരണകൂടം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയമാണ്. ഞാനൊരു സംശയമായാണ് ചോദിക്കുന്നത്. ഇപ്പോൾ വനമന്ത്രി പറയുന്നു ഇതാണ് സാഹചര്യം എന്ന്. അങ്ങനെയല്ല പലപ്പോഴും നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു നിസ്സഹായാവസ്ഥ എന്ന നിലയിലൊക്കെയുള്ള പ്രതികരണം പലപ്പോഴും വരുന്നതായി തോന്നാറുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, കാടിലുള്ള മൃഗങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാനുള്ള അവകാശം കൂടിയുണ്ട്. കാടുകളിൽ കടുവകൾ കൂടിയിട്ടുണ്ടോ, ഈ പറയുന്ന ക്യാരിങ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ മന്ത്രി തന്നെയാണ് പറയുന്നത്, ക്യാരിങ് കപ്പാസിറ്റിയുടെ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതലുണ്ടോ, എത്രമാത്രം കൂടുതലുണ്ട്, അവ നമുക്ക് കൂടുതൽ ഈ ഭാവിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ഇപ്പോഴുള്ള ഒരു സൊല്യൂഷൻ മാത്രമല്ല, ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ പുറത്തിറങ്ങുന്ന ആനയായാലും കടുവയായാലും എല്ലാം എങ്ങനെയെങ്കിലും വെടിവെച്ച് അതിനെ വീണ്ടും തിരിച്ച് കൂട്ടിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ കൂട്ടത്തിലേക്ക് കൊണ്ടുപോവുകയോ ആണ് ചെയ്യുന്നത്. അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരമല്ല. അത് ഒരു താൽക്കാലിക ജനങ്ങളുടെ രോഷം നിർത്താൻ വേണ്ടിയിട്ടോ ഒക്കെയുള്ള ഒരു വളരെ ചെറിയൊരു പരിഹാരം മാത്രമാണ്. അതിനുപരി ഈ അതായത് ഹ്യൂമൻ കാഷ്വാലിറ്റിയുടെ വിഷയം വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് ചർച്ചയിലേക്ക് വരുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള ഹ്യൂമൻ കാഷ്വാലിറ്റി അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ. അതല്ലാതെ നിരവധി തരത്തിലുള്ള കാർഷികമായിട്ടുള്ള കൃഷി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട CR പറഞ്ഞ പോലെ പന്നികള് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പന്നികള് അങ്ങനെയാണോ SSR ഒക്കെ പറയുന്നത്? പന്നികൾ പൂർണ്ണമായിട്ട് കാട്ടിൽ മാത്രം ജീവിക്കുന്നതല്ല അല്ലല്ലോ. അവയെ ഒരു പുറത്തുള്ള ബോർഡറുകളിലാണ് സാധാരണയായിട്ട് ഉണ്ടാവുക എന്നാണ് എന്റെ അറിവ്. അവയുടെ പുതിയ ഈ പറഞ്ഞ പ്രഡേറ്റർ ഭയമില്ലാതെ കൂടുതൽ സ്വസ്ഥമായിട്ട് വരുന്നത് പലതരത്തിലുള്ള കാരണങ്ങളായിരിക്കും. കൃഷി പോലും ചിലപ്പോൾ അവർക്ക് അവയുടെ ഇഷ്ടപ്പെട്ട മണ്ണിരയെ പോലെയുള്ള ഭക്ഷണം, നമ്മൾ മാലിന്യം മാത്രമായിട്ട് അതിലേക്ക് ഒതുക്കേണ്ട അതുപോലെയുള്ള അവരുടെ ഭക്ഷണം ലഭ്യതയും അവയുടെ പ്രഡേറ്റേഴ്സ് ഇല്ലാതിരിക്കുന്ന സാഹചര്യവും ഒക്കെ പെറ്റുപെരുകുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായിരിക്കാം. അതിന് അന്വേഷിച്ച് തന്നെയായിരിക്കും കടുവ വന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെയായാലും കടുവയോ ആനയോ അല്ലാതെ തന്നെ ഇഷ്ടംപോലെ കുരങ്ങുകള്, പിന്നെ നമ്മുടെ പന്നിയും വലിയ തോതിലുള്ള കാർഷിക രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അത് നേരിട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അത് മനസ്സിലാവുകയുള്ളൂ. കൃഷി അസാധ്യമാകുന്ന വിധത്തിൽ പല സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മള് ചിലപ്പോ പറയും ഈ ആദിവാസികള് ഈ ആനയുടെ ഒക്കെ ഇടയിൽ തന്നെ എത്രയോ കാലമായിട്ട് കൃഷി ചെയ്തിരുന്നില്ല എന്നൊക്കെ ചോദിക്കും. ചിലപ്പോ നമ്മുടെ കൃഷി രീതികളുടെ വ്യത്യാസം, ആൾക്കാരുടെ ഇന്ററാക്ഷന്റെ വ്യത്യാസം, മൃഗങ്ങളുമായിട്ട് അവരുടെ ഇടപെടൽ ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്തൊക്കെയായാലും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തിയേ പറ്റും. ഇത് നീട്ടി കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. എന്താണ് യഥാർത്ഥത്തിലുള്ള ഇപ്പോഴുള്ള പ്രശ്നം? ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഇവിടെ ജീവിക്കാനുള്ള അവകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് മൃഗത്തിനും ഉള്ളതുപോലെ തന്നെ ഉള്ള അവകാശം മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള ഓരോ മനുഷ്യർക്കുണ്ട്. അതിനെ പറ്റിയിട്ട് കൂടി നമ്മൾ അവെയർ ആയിരിക്കണം എന്നാണ്. തീർച്ചയായും. ശ്രീ ബിനോയ് ചാക്കോ, അദ്ദേഹം ഈ പ്രദേശവാസി കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരാൾ കൂടിയായിരിക്കും. ശ്രീ ബിനോയ് ചാക്കോ, ഇന്ന് വനം മന്ത്രി തന്നെ പറഞ്ഞത് ഈ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം മലയോര പ്രദേശവാസികളുടെ മനസ്സിൽ തീ കോരിയിട്ട ആളാണ് എന്നാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാധവ് ഗാഡ്ഗിലുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ ഒക്കെയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് കാലം ഒരുപാട് മാറി. നമുക്കറിയാം, ഒരുപക്ഷെ ഈ വന്യജീവികളുടെ ആക്രമണമൊക്കെ എവിടെയുണ്ടായാലും ആ നിമിഷം ഈ വാർത്തകളായി അത് പുറത്തു വരാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ടെക്നോളജിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി വരുന്നത് എന്ന് പറയുന്ന ഒരു പക്ഷവുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ താങ്കളെപ്പോലുള്ളവർക്ക് ഈ പ്രദേശവാസി എന്ന നിലയിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനോ അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നതോ ഒക്കെ സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങളോ ഇടപെടലോ ഉണ്ടാകാറുണ്ടോ? എന്തുകൊണ്ടോ പറയട്ടെ, അത്തരത്തിൽ ഒരു സമീപനമല്ല ഉണ്ടായിരുന്നത് എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം
ഞാനിപ്പോൾ ജനിച്ചു വീണ് 38 വർഷമായി. 38 വർഷവും ഇവിടെ തന്നെയാണ് ജീവിച്ചു പോരുന്നത്. നേരത്തെ പരിണിതപ്രജ്ഞനായ ശ്രീ നീലകണ്ഠൻ സാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിൽ ചില വസ്തുതാപരമായിട്ടുള്ള കുഴപ്പങ്ങൾ വരുന്നത്, ഇതിൻ്റെ എണ്ണത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം അകത്തില്ലെങ്കിൽ പുറത്തിറങ്ങുന്ന ജനങ്ങൾ പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ എന്നുള്ളതാണ്. കാരണം ഈ കാലയളവിനിടയിൽ കഴിഞ്ഞൊരു 15 വർഷത്തിനിടയ്ക്കായിരിക്കും ഞങ്ങളുടേതുപോലുള്ള പ്രദേശങ്ങളിൽ, ധോണി പോലുള്ള പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിലുടനീളം ഈ പറഞ്ഞ പോലെ മലയോര മേഖലകളിൽ ഒന്നാകെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അതിന് വനമന്ത്രി ഉത്തരവാദിത്വപൂർവ്വം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി, വനവിസ്തൃതി കൂടിയെങ്കിലും ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലായിട്ടുള്ള വന്യമൃഗങ്ങളുടെ പെരുപ്പം കാരണം അതിനകത്ത് ചില കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അത് വേണ്ടത്ര ശ്രദ്ധയില്ലാതെ കിടക്കുകയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളും കക്ഷികളാണ്. കൂടുതലായിട്ട് അത് സംബന്ധിച്ച് കേസ് മുമ്പോട്ട് കൊണ്ടുവരുവാനും അതിനകത്ത് അനുമതി തേടുവാനും ശ്രമങ്ങൾ നടക്കുന്നത്. നമ്മളപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടത് ഹിമാചലിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഉത്തരാഖണ്ഡിലാണെങ്കിലും കൃഷിക്ക് നാശം വരുത്തുന്ന മൃഗങ്ങളെ, അതിപ്പോൾ കുരങ്ങടക്കമുള്ള മൃഗങ്ങളെ, പന്നി അടക്കമുള്ള മൃഗങ്ങളെ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി നാശം വരുത്തുകയാണെങ്കിൽ അവിടെ കൃഷിക്കാരൻ അതിനെ കൊന്നുകൊടുക്കുകയാണെങ്കിൽ അതിന് ഇൻസെൻറ്റീവ് അടക്കം 300 രൂപ വെച്ച് കൊടുക്കേണ്ടതെന്നുള്ള അറിവുകൾ വരെ നമുക്കിപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാധ്യതകളെല്ലാം നമ്മുടേതുപോലെ പരിഷ്കൃതമായൊരു സമൂഹത്തിനകത്ത് എന്തുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്നു? നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയമായിട്ട് തന്നെ ഇതിൻ്റെ എണ്ണത്തെക്കുറിച്ച് നമുക്ക് ബോധ്യങ്ങളുണ്ടാകണം. ഇതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിയിൽ എത്ര തന്നെ സാധ്യമാകുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിനെല്ലാം സാധ്യമായിട്ടുള്ള തടസ്സങ്ങൾ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളത് എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? അത് കൃത്യമായിട്ട് ചെയ്യാവുന്ന ഒന്നല്ലേ, മറ്റിടങ്ങളിൽ ചെയ്യുന്നതല്ലേ? അപ്പോൾ നമ്മളെക്കാട് അത്രയൊന്നും ഒരുപക്ഷെ വികാസം പ്രാപിക്കാത്ത ഇടങ്ങളിൽ പോലും വളരെ നല്ല രീതിയിൽ ഇതെല്ലാം സാധ്യമാകുന്നുണ്ട്. നേരത്തെ ഗിരിവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയൊക്കെ കുറിച്ച് പറഞ്ഞു. അട്ടപ്പാടി പോലുള്ള മേഖലകളിൽ കൊല്ലപ്പെട്ടിരുന്നവരിൽ 6 പേരോളം ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ്. ഇത് വനത്തിനകത്ത് അവരെ താമസിക്കാൻ കൂടി കഴിയാത്ത രീതിയിൽ, അവരുടെ ഉപജീവനം കഴിയാത്ത രീതിയിൽ പുറത്തേക്ക് വരുന്നു. ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നു. അവിടെ വെച്ചിട്ട് അവർ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതില്ല എന്നൊന്നും പറയുന്നതിൽ വസ്തുവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തൊട്ടയൽപ്പക്കത്ത്, ഇവിടുന്ന് അധികം ദൂരമൊന്നുമല്ല, ഇവിടുന്ന് വളരെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപക്ഷെ 2ാമത്തെ കിലോമീറ്ററിനകത്താണ് കേന്ദ്രീയ വിദ്യാലയം പോലുള്ള NSS എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള ഉമ്മിനി ഹൈസ്കൂൾ പോലുള്ള ലീഡ് കോളേജ് പോലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചു പോകുന്ന ഇടത്തിൻ്റെ ഒറ്റ നടുക്ക് പട്ടാപ്പകലാണ് പുലി വന്ന് പെറ്റ് കിടന്നത്. അതേപോലെയാണ് ഇവിടെ തൊട്ടയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ രാത്രി വന്ന് പുലി വേട്ടയാടുകയും ഒരു കോഴിയെ പിടിക്കാൻ ശ്രമിക്കുകയും പിറ്റേന്ന് പുലി കൂട്ടിലാകപ്പെടുകയും ചെയ്തു. പുലിയുടെ ആക്രമണത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ വിരലിൻ്റെ ഒരു അറ്റമാണ് പോയത്. ഇത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് വന്നിട്ടുള്ള മൃഗങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ നേർസാക്ഷ്യം. പിന്നെ ഓരോ കാലത്തും ഓരോ കാരണങ്ങൾ പറയുന്നു. പന്നിയുടെ എണ്ണം കുറഞ്ഞു എന്നൊക്കെ ചർച്ചയെ പറയുന്നത് കണ്ടുകൂടി. എനിക്കറിഞ്ഞൂടെ എന്താണ് അതിനെ ആശ്രയിക്കുന്ന ഈ പറഞ്ഞ പോലെ ഡാറ്റ നിങ്ങൾ ഓരോരുത്തർ ഓരോന്ന് പറയുന്നു എന്നുള്ള ആക്ഷേപം അങ്ങോട്ടും പറഞ്ഞുകൂടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരെന്നുള്ള രീതിക്ക് നേരെ തിരിച്ചാണ്. നമ്മുടെ കൺമുന്നിലേക്ക് ഈ കാലയളവിൽ വന്നിട്ടുള്ള പെരുപ്പം ഞങ്ങളുടെ ബോധ്യങ്ങളാണ്, ഞങ്ങളുടെ ശരികളാണ്. കൃഷിയെ ആശ്രയിച്ച് അതായത് ഒരുപാട് തർക്കൂല. അതിനെ ആശ്രയിച്ച് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങളുടെ ഉപജീവനം മുമ്പോട്ട് കൊണ്ടുപോകും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയധികം കോൺഫ്ലിക്റ്റ് വരുന്നത്. അല്ലാതെ വിവരസാങ്കേതിക വിദ്യയുടെ പ്രക്ഷാളനം ഉള്ളത് കൊണ്ട് മാത്രം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നല്ലോ. ഇവിടെയുള്ള ജനങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്നവരല്ലോ. നാളിതുവരെയും ഇവിടെ തന്നെ ജീവിച്ചു വരുന്നവരല്ലേ. ഇപ്പോൾ താങ്കളുടെ പ്രദേശത്ത് ഒരു കാട്ടാന ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു പുലി ഇറങ്ങിയാൽ, ഒരു കൂട്ടം പന്നികൾ ഇറങ്ങിയാൽ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനുള്ള സംവിധാനമുണ്ട്. അത് വാട്സപ്പിലൂടെയും ഒക്കെ വലിയ തോതിൽ പ്രചരിക്കും. അതേസമയം ഈ സാങ്കേതിക വിദ്യ ഇത്രയും പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ ഇത് ആ മേഖലയുടെ മാത്രം ഒരു വിഷയമായി മാറും. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് ധോണിയിൽ കാട്ടാന ഇറങ്ങിയാലും മൂന്നാറിൽ PT പടയപ്പി ഇറങ്ങിയാലും ഒക്കെ അത് കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് വളരെ പെട്ടെന്ന് അറിയുന്ന ഒന്നായി, അവിടുത്തെ ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഇതൊക്കെ ഇപ്പോഴാണ് പാസ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നേരത്തെയും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കർഷകർ നേരിട്ടിരുന്നതാണ്. ഇതിനെ ഊതിപ്പെരിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിലും ഞങ്ങൾ ഈ വാർത്ത ചർച്ച ചെയ്യുമ്പോൾ പോലും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സന്തോഷിലേക്ക് കൂടി പോകുന്നത്. താങ്കളുടെ അനുഭവം എന്താണ്? ഇവിടെ മറ്റു മൃഗങ്ങൾ നേരത്തെ ഇറങ്ങുന്നുണ്ടെന്നൊരു പ്രചരണമുണ്ട്. ഞങ്ങളുടെ ധോണി ഭാഗത്ത് ഒരു 15 വർഷത്തിന് ഇപ്പുറമാണ് ആനയായാലും മറ്റു വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത്. അതിനു മുമ്പ് കൃഷിയിടങ്ങളിൽ എപ്പോഴെങ്കിലും കുറച്ച് പന്നി വരുന്നല്ലാതെ വേറെ ശല്യങ്ങളൊന്നും കർഷകർക്കോ ഞങ്ങൾ നാട്ടുകാർക്കോ ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഞങ്ങൾ ഈ 15 വർഷത്തിന് ഇപ്പുറമാണ് ഞങ്ങൾ ഇവിടെ എന്താ പറയുക 100 വർഷത്തോളം ആയി ഇവിടെ കൃഷി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് അനുഭവപരിചയങ്ങളുണ്ട് ഇവിടെ. അപ്പം അന്നൊന്നും ഇല്ലാത്ത ഒരു വന്യമൃഗശല്യം ഇപ്പോൾ കൂടിയത് ഇപ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണമോ അതൊക്കെയാണെന്ന് വിശ്വസിക്കുന്നത്. ഈ കാടുമായി ചേർന്ന് ജീവിക്കുന്ന വിഭാഗങ്ങളായിരിക്കില്ല അത് പറയുന്നത്. ടൗണിനുള്ളിൽ താമസിക്കുന്നവർക്ക് എന്തും പറയാം. അവർക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്, യാതന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിവിടെ ഒന്ന് താമസിച്ചാൽ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവിടെ എന്താ പറയുക ഒരു ശാശ്വത പരിഹാരം, വന്യമൃഗങ്ങൾ കൂടുന്നോ എണ്ണം കൂടുന്നോ ഇതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ വിഷയം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഈ വന്യമൃഗങ്ങൾ വരാൻ പാടില്ല. അതിന് വേണ്ട ശാശ്വതമായ ഒരു പരിഹാരം. വന്യമൃഗങ്ങൾ കാട്ടിൽ സംരക്ഷിക്കപ്പെടണം വേണം. അതിന് കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത്. പക്ഷെ അത് വനത്തിനുള്ളിൽ സംരക്ഷിക്കണം. നാട്ടിൽ ഞങ്ങളെ തീർച്ചയായും ഇന്ന് വനമന്ത്രി അടക്കം സൂചിപ്പിച്ച കാര്യം അത് തന്നെയാണ്. അതായത് ഒന്നിനെയും കൊല്ലുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും സർവ്വചരാചരങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. എന്നാൽ വിരോധാഭാസം എന്ന നിലയിൽ തന്നെ നമുക്ക് പറയാം, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ നിരവധി ജീവജാലങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവയൊന്നും പലപ്പോഴും ഒരു ഉപദ്രവവും നടത്താറില്ലാത്തതാണ്. ഇതിപ്പോൾ മനുഷ്യനെ കൊല്ലുന്ന തരത്തിലേക്ക് ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ ഈ PT7 പിടികൂടണം എന്നത് എത്രയോ ദിവസമായി കൂടൊരുക്കി കാത്തിരിക്കുന്നു. അപ്പോൾ ഒരേ ഒരു ആന മാത്രം അവിടുത്തെ സ്വൈര്യജീവിതം തകർത്തു തുടങ്ങിയിട്ട് എത്രത്തോളം നാളായി സന്തോഷ്? ഒരു 4 വർഷത്തിൽ കൂടുതലായി ഈ PT7 ആന ഇവിടെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു വർഷത്തിലോളമായി ഇത് നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞത് പടക്കം പൊട്ടിച്ചാൽ പോവായിരുന്നു. അപ്പൊ പടക്കം പൊട്ടിക്കുകയോ ടോർച്ച് അടിക്കുകയോ ചെയ്താൽ ആളുകളുടെ നേരിട്ട് വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. അന്ന് മുതൽ ഈ കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് പേരുണ്ടെങ്കിൽ അതിനെ എന്താ കൃഷിയിടങ്ങളിൽ അല്ല കാര്യമായ ഇടപെടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്രേ ഉള്ളൂ. ഇവർ കാട്ടിനുള്ളിൽ സംരക്ഷിച്ചോട്ടെ, മൃഗങ്ങൾ സംരക്ഷിക്കണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അത് വനത്തിനുള്ളിലുള്ള മൃഗങ്ങൾ നമ്മൾക്ക് കാട്ടിലോട്ടും വേണ്ട, കാട്ടിലുള്ള മൃഗങ്ങൾ ഇങ്ങോട്ടും വരാത്ത രീതിയിൽ ജനവാസ മേഖലയും വനവുമായിട്ടൊരു വേർതിരിവുണ്ടാക്കി വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുക, ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനും കൃഷിയെടുക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ഇവിടുത്തെ ഒരു വിഷയം. എന്തായാലും അങ്ങനെ ഒരു പ്രതിസന്ധി പരമാവധി എന്താ പറയാ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞോളൂ. ഹലോ, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മള് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും മനസ്സിലാക്കിയത് റെയിൽ ഫെൻസിങ്ങും മറ്റുള്ള ട്രെഞ്ച് പോലുള്ള ഒരുപാട് സംഭവങ്ങൾ വിജയിച്ചൊരു സംവിധാനം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിലും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ശാശ്വതമായിട്ടൊരു പരിഹാരത്തിന് വേണ്ടി ഗവൺമെന്റും ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കണമെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് ന്യൂസ് 18 ഉൾപ്പെടെ ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടുകൂടി ഞങ്ങൾ കാടിറങ്ങുന്ന വന്യത എന്ന നിലയിൽ നിരന്തരമായി വാർത്തകൾ നൽകുന്നുണ്ട്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനു വേണ്ടി അത്തരം വാർത്താ പരമ്പര തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ മലയോര മേഖലകളിൽ വനങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് സ്വൈര്യത്തോടെ ശാന്തമായി ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഈ ചർച്ചകൾ ഇത്തരത്തിൽ ആവർത്തിക്കുന്നത്. വളരെ പെട്ടെന്ന് മറ്റ് അതിഥികളിലേക്ക് കൂടി എത്താം ഇടവേളയ്ക്ക് ശേഷം. വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാകുമോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഇസായി, നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിനോയ്, അതോടൊപ്പം തന്നെ സന്തോഷ്, അവർ ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു ചർച്ചയിൽ പറയുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. എങ്കിൽ പോലും ഒരുപക്ഷെ ശ്രീ CR നീലകണ്ഠനൊക്കെ അറിയാവുന്ന ഒരു പ്രദേശമാണ് ഞാനും കഴിയുന്ന പ്രദേശം. എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് രാമമംഗലം പഞ്ചായത്തിൽ മാമലശ്ശേരി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണത്. അവിടെ വലിയൊരു ശതമാനം ആളുകൾ കൃഷിയാണ് ചെയ്യുന്നത്, നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചേന, ചേമ്പ്, കാച്ചിൽ, പടവലം, പാവൽ എന്നിങ്ങനെയുള്ള കൃഷികളെല്ലാം മാറി മാറി ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ അവിടെ ഒരു വനമേഖലയൊന്നുമില്ല. നേര്യമംഗലം ആണ് ഒരുപക്ഷെ അടുത്ത് കിടക്കുന്ന ഒരു വനമേഖല, അതാകട്ടെ നല്ല ദൂരവുമുണ്ട്. എന്നാൽ ഈ പ്രദേശത്ത് പോലും ഇപ്പോൾ കുരങ്ങന്മാർ കൂട്ടത്തോടെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ചില സമയത്ത് മയിൽ എത്തുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എന്ന് ആ പ്രദേശത്തുള്ളവർക്ക് അറിയില്ല. അതിന് കാരണമെന്ത്? മാത്രവുമല്ല ഇത് വലിയ തോതിലൊന്നും ശല്യം ഉണ്ടാക്കുന്നില്ല. പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യമാണ്. എൻ്റെ ചോദ്യം, ഇവിടെ ഇപ്പോൾ ഒരു PT7 ഇറങ്ങുന്നു, അതൊരു പരാതിയായി ജനങ്ങൾ പറയുന്നു. എങ്കിൽ ശരി, PT7 പിടികൂടിയേക്കാം. അപ്പുറത്ത് പടയപ്പ പ്രശ്നക്കാരനാകുന്നു, പടയപ്പയെ പിടികൂടാം. ഒരു പുലി വരുന്നു, ആ പുലിയെ വെടിവെച്ച് മയക്കുവെടിവെച്ച് കാട്ടിലേക്ക് കയറ്റിവിടാം. ഇതിലൊതുങ്ങുകയാണോ നമ്മുടെ ഭരണകൂടം എന്നുള്ളതാണ്. ഇതല്ലല്ലോ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇതെന്തിൻ്റെ സൂചനയാണ്? അല്ലെങ്കിൽ ഇത് കൂടുതൽ മനുഷ്യവാസ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാൻ പാടില്ല, അതിനെന്ത് ചെയ്യണം? ഇത്തരമൊക്കെ ആലോചനകൾ യഥാർത്ഥത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഡോക്ടർ ഈസ?
ഇതില് താങ്കൾ പറഞ്ഞ രാമമംഗലത്തുള്ള കുരങ്ങന്റെ പ്രശ്നം, ഇതിപ്പോ മലപ്പുറം ജില്ലയിൽ പല ഭാഗത്ത് പോയി കഴിഞ്ഞാലും കുരങ്ങുകളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ അവിടുത്തെ കർഷകനോട് ചോദിച്ചു, എന്താ ഇപ്പൊ തേങ്ങയൊക്കെ പെറുക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലാതെ ഇന്നലെ കുരങ്ങ് വന്നിട്ടിട്ട് പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ വാഴ കർഷകരും വലിയ പ്രതിസന്ധി നേരിടും. കുരങ്ങ്, അതെ, ഞാൻ പറഞ്ഞത് ഇത് വാഴക്കൃഷി വലിയ പ്രശ്നമാണ്. വയനാടിന്റെ ഭാഗങ്ങളിലൊക്കെ വാഴക്കൃഷി പ്രശ്നമാണ്. ചില നഗരപ്രദേശങ്ങളില് കുരങ്ങിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ഉണ്ടായിരുന്നു, വടക്കാഞ്ചേരി, അതുപോലെ നിലമ്പൂർ ഭാഗത്തുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കുരങ്ങിന്റെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് പണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു പരിപാടി കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് എവിടെ നോക്കിയാലും നമുക്ക് പ്രശ്നങ്ങൾ കാണാം. കുരങ്ങിന്റെ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, അവനെ പിടിച്ച് കൂട്ടിലാക്കുക. വേറെ മാർഗമൊന്നും ഇല്ല. കാരണം ഈ സ്റ്റെറിലൈസേഷൻ, ഇപ്പോ സന്താനോൽപാദനം അല്ലെങ്കിൽ എന്താ ഉൽപാദനം നിയന്ത്രിക്കാം എന്ന് പറയുന്നൊന്നും പ്രായോഗികമായി പോലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കില്ല. കാരണം നമ്മൾ കൽപ്പറ്റയിൽ പണ്ട് ചെയ്തതാണ്. അത് അവസാനം കുറെ എണ്ണം ചത്തു, തമ്മിൽ തല്ലി ചത്തു. തെരുവുനായകളുടെ വിഷയത്തിൽ പോലും അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് സംശയമുണ്ട്. അപ്പോ ഇതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് നാട്ടിൽ നടക്കണ നായനെ വന്ധ്യീകരിക്കാൻ നടന്നിട്ട് എന്തായി എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഇതിലേക്ക് പോയിട്ട് കാര്യമില്ല. പക്ഷെ ഇതിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും കണക്കുകളുടെ കാര്യത്തിലാണ് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ബിനോയുടെയും സന്തോഷിന്റെയും അനുഭവങ്ങളുണ്ടല്ലോ, ആ അനുഭവങ്ങൾ പറയുന്നു കാട്ടിൽ കൂടിയിട്ടാണോ എന്താണാവോ, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ ചെയ്യേണ്ടത്. അതാണ് ഇപ്പോ പലയിടത്തും വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള ചർച്ചകളും കാരണം തേടിയുള്ള ചർച്ചകളൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇതില് നീലകണ്ഠൻ പറഞ്ഞ മാതിരിയാണ്. അതായത് എന്താണ്, എത്രയാണ് എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോരുത്തർക്കും ഓരോ കണക്ക്. വാളെടുത്തവനൊക്കെ വിളിച്ചപ്പാടെ എന്താണ് കണക്ക്, എത്രയുണ്ട്, അതേപോലെ ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് സർക്കാർ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ബാധ്യത വനം വകുപ്പിനുണ്ട്. അത് വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഇതിലിപ്പോ അവരുടെ കുറ്റമല്ല. ഒരുപക്ഷെ അവർക്ക് അഭിമാനിക്കാം, കാരണം അവരുടെ സംരക്ഷണം കാരണം കൂടുതലായിട്ട് വന്യജീവികൾ കൂടുതലായി എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ ഇത് യാഥാർത്ഥ്യം പറയണം. അതേപോലെ തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ഇല്ല. അതുകൊണ്ട് എന്താ, എല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോ മീഡിയയോടും മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗാഡ്ഗിലിന്റെ അഭിപ്രായം തന്നെ, ഗാഡ്ഗിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഗാഡ്ഗിൽ പന്നിയുടെ കാരണം പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ വനം വകുപ്പ്, ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ഓൾറെഡി അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാക്കേണ്ട ആളുകള് ഇപ്പൊ ജനജാഗ്രതാ സമിതി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുള്ള ജനജാഗ്രതാ സമിതി, അവർ മുൻകൈ എടുത്തത് കൊല്ലണം. അപ്പൊ പറയാൻ ലൈസൻസ് ഉള്ള ഗണ്ണില്ല, ലൈസൻസ് ഉള്ള ഗണ്ണ് ആരെയും ഇല്ല, അതുകൊണ്ടാണ് പ്രശ്നം പരിഹരിക്കാൻ നോക്കണം. പുറത്തേക്ക് വരുന്നതിനെ പറ്റി അത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളത് നോക്കണം. ഗാഡ്ഗില് വേട്ട സമ്മതിക്കണമെന്ന് പറയുമ്പോ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെ പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വീണ്ടും ഒരു തിരി കൊളുത്തിരിക്കുകയാണ്. അത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ള കാര്യം വരുമ്പോഴേക്കാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. കാരണം ഇങ്ങനെ കാട്ടിലേക്ക് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാല് കാട്ടിൽ പോയി ആളുകൾ വിചാരിക്കുക കാട്ടിൽ പോയി വേട്ടയാടാം എന്നുള്ള രീതിയിലാണ് ഗാഡ്ഗിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. ഗാഡ്ഗിലിനെ എതിർത്തവർ പോലും ഇപ്പൊ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ അനുകൂലിക്കുന്നുണ്ടാകും. പക്ഷെ അത് വേറെ കാര്യം. വേറൊന്ന്, ഗാഡ്ഗിലിന്റെ അത്ര ശ്രദ്ധ കിട്ടാത്തത് കൊണ്ടായിരിക്കണം ഡോക്ടർ രാജേഷ് ഗോപാൽ, അതായത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിരുന്ന, സരിസ്കയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്ന, അതുപോലെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ തുടക്കം മുതൽ മെമ്പർ സെക്രട്ടറി ആയിരുന്ന, ഇന്ന് ഗ്ലോബൽ ടൈഗർ ഫോറത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കുന്ന ഡോക്ടർ രാജേഷ് ഗോപാൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്രൊവിഷൻ ഉണ്ട്, ഇവിടെ സെക്ഷൻ 11 ഉണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ. ഒരു കടുവ പ്രശ്നക്കാരനാണെങ്കിൽ, അതിനെ ഒരു മാനീറ്റർ ആണെങ്കിൽ അതിനെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അതിന് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അതങ്ങ് നടപ്പിലാക്കുന്നുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മളിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ടത് ഈ ഒരു ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഈ ഇപ്പോ പറഞ്ഞ, അവർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ആനയുടെ എണ്ണം കൂടിയ കൊണ്ടാണോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണോ, പക്ഷെ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് അവർ പറയുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യാനാണ് ഇപ്പൊ എനിക്ക് തോന്നുന്ന വനം വകുപ്പ് അതാ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വേറൊരു ട്രെൻഡ് വരുന്നുണ്ട്. അതായത് ഈ കടക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളതാണ്. എല്ലായിടത്തും ഇപ്പൊ അതിനെ എല്ലാത്തിനെയും അങ്ങോട്ട് കൊല്ലണം, അല്ലെങ്കിൽ എല്ലാത്തിനും അവിടെ പിടിച്ച് കൂട്ടിലാക്കണം എന്ന് പറയുന്ന ഒരു സ്വഭാവം. അതുകൊണ്ടാണ് ഇപ്പൊ പടയപ്പ, ശാന്തനായി നിന്ന പടയപ്പയെ നമ്മൾ പ്രകോപിപ്പിച്ച് അതിനെ ബുദ്ധിമുട്ടിലാക്കി. പടയപ്പ പണ്ടും ചെയ്തിട്ടുണ്ട്. നിങ്ങള് ഈ പറഞ്ഞ മൂന്നാറിന്റെ ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ എത്രമാത്രം ആളുകൾ കൊണ്ടൊന്നും കടകൾ വെച്ചിട്ടുണ്ടെന്നും അവിടെ എന്തൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്നും അതൊക്കെ വന്യജീവികൾ നടക്കുന്ന സ്ഥലമാണെന്നുള്ളതും അറിയണ്ടേ നമുക്ക്. അപ്പൊ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ വേറെ ഉണ്ട്.
അതൊക്കെ നമുക്ക് നോക്കണം. അതുപോലെ സർക്കാരിന്റെ ഇനിയുള്ള പോളിസികളിലെങ്കിലും നയപരമായ തീരുമാനങ്ങളിലെങ്കിലും ശാസ്ത്രീയതയും അതുപോലെ അല്പം കോമൺ സെൻസും ഉപയോഗിക്കണം. അല്ലാതെ പണ്ട് ആനയിറങ്കലിൽ കൊണ്ടുപോയി ആൾക്കാരെ ഇരുത്തിയ മാതിരി, ആറളത്തിന്റെ തൊട്ടരികിൽ കൊണ്ടുപോയി ആൾക്കാരെ ഇരുത്തിയ മാതിരി ഒന്നും ഇനിയെങ്കിലും ചെയ്യാതിരിക്കാനുള്ള ആ ബുദ്ധിയെങ്കിലും നമ്മൾ കാണിക്കാൻ വേണം. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ഇതിപ്പോ സോഷ്യൽ മീഡിയയെ ധാരാളമായിട്ട് ആശ്രയിക്കുന്നു. ഇപ്പൊ സന്തോഷ് പറഞ്ഞ മറ്റ് സ്റ്റേറ്റുകളിലെ റെയിൽ ഫെൻസും കിടങ്ങുകളും ഒക്കെ തെറ്റാണ് സന്തോഷേ. റെയിൽ ഫെൻസ് ഒക്കെ ആൾക്കാർ ഉപേക്ഷിച്ചു തുടങ്ങി. അതൊക്കെ തുടക്കത്തിൽ നല്ല കാശുള്ളത് കൊണ്ട് 1.5 കോടി രൂപയാണ് 1 കിലോമീറ്ററിന്. അതുകൊണ്ട് അത് കിട്ടാണെന്ന് റെയിൽ എന്ന് പറഞ്ഞ ഇരുമ്പാണ്, ഉരുക്കാണ്. അത് കൊണ്ടുവന്ന് വെക്കുന്നതിനാണ് ഈ പറയുന്നത്. അത് ആനയുടെ മരണത്തിലേക്കും ആനകളെ ചവിട്ടിക്കളയുകയും ചെയ്തു. വയനാട്ടിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് യാഥാർത്ഥ്യം, പക്ഷെ ഇവിടെയാണ് പ്രശ്നം. കാരണം ജനങ്ങളിലേക്ക് സത്യം എത്തിക്കാനുള്ള ഒരു മെക്കാനിസം നമുക്കില്ല. അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഇത്തരം കാര്യങ്ങളെല്ലാം സുതാര്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരുപക്ഷെ ഇപ്പോൾ എന്നെ പോലെ ഈ ഉള്ള ഒരാളോട് വേണ്ട. കാരണം ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്. ഇതൊരു നഗരപ്രദേശമാണ്, ഇവിടെ ഒരു ശല്യവുമില്ല. പക്ഷേ സന്തോഷും വിനോയൊക്കെ ഇതെല്ലാ ദിവസവും നേരിടുക. കുറഞ്ഞ പക്ഷം അവരോടെങ്കിലും ഇക്കാര്യം പറയണ്ടേ എന്നുള്ളതാണ്. ശ്രീ നീലകണ്ഠൻ പറഞ്ഞ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ നാട്ടിൻപുറത്ത് ഈ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേസ്റ്റ് മാനേജ്മെന്റിൽ ആരും ഒരു ഇതുമില്ല. എന്റെ ബാധ്യതയൊന്നും ഞാൻ നിറവേറ്റുന്നില്ല, ബാക്കിയുള്ളവരുടെ ബാധ്യതയിലേക്ക് ഞാൻ വിരൽ ചൂണ്ടും. ഇതാണ് ഇപ്പൊ പ്രശ്നം. ഈ വേസ്റ്റ് മാനേജ്മെന്റ് ശരിക്കും നടത്തിയില്ലെങ്കിലുള്ള ഒരു പ്രശ്നം പറഞ്ഞുതരാം. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെയധികം ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ എണ്ണം വർദ്ധിക്കും. അല്ലെങ്കിൽ തന്നെ ഒരുവിധം പെറ്റുപെരുകുന്ന കാട്ടുപന്നി തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് അങ്ങ് പോകും. അത് തന്നെ കുരങ്ങിന്റെ കാര്യത്തിൽ പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട്. പ്രഡിക്ഷന് അപ്പുറത്തേക്കാണ് ഇപ്പൊ വർദ്ധിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. അങ്ങനെ വരുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റൂല. അപ്പോ ചില കാര്യങ്ങൾ നമ്മളും ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് നോക്കണം. ഇപ്പൊ കാട്ടുപന്നിയുടെ അഡ്രസ് നോക്കിക്കഴിഞ്ഞാൽ നാട്ടുപന്നിയാ, ജനിച്ചു വളർന്നാണെന്നൊക്കെ പറയും നാട്ടില്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശ്രീ CR നീലകണ്ഠൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ വിഷയത്തിലേക്ക് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു ഭാഗത്ത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണങ്ങൾ ഉൾപ്പെടെ. മറ്റൊന്ന്, ഇപ്പോൾ മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെ ഉള്ളവർ പറയുന്ന കാര്യം, അദ്ദേഹം പറഞ്ഞത് നിയന്ത്രിതമായി മൃഗങ്ങളെ എന്നാണ്. ആ പ്രയോഗം കൃത്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കാടടിച്ച് വെടിവെക്കുകയല്ല അദ്ദേഹം ചെയ്തത്. മാത്രവുമല്ല, മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ നേരിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഭരണഘടന തന്നെ ശരിയല്ല. അല്ലെങ്കിൽ നിയമപരമായി ഇത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ കരുതൽ വേണം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊക്കെ വ്യാപകമായി മിസ്യൂസ് ചെയ്യപ്പെടുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അല്ല, അവിടെ തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോ നിയമം നേരത്തെ പറഞ്ഞു, സെക്ഷൻ 11 ഉപയോഗിച്ച് നിങ്ങൾക്ക് നരഭോജിയായ ഒരു മൃഗത്തെ കൊല്ലാം. ഒരു സംശയം അക്കാര്യത്തില്ല. നരഭോജിയാണെന്ന് മനുഷ്യനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൊല്ലാം. ഇത് രാജ്യത്തുള്ള നിയമമാണ്. അപ്പൊ പന്നിയുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞല്ലോ, പന്നിയുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ കൃത്യമായ നിയമം വന്നല്ലോ. പഞ്ചായത്തുകൾ, കമ്മിറ്റികൾ എല്ലാം ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കമ്മിറ്റി ഉണ്ടാക്കാം. പന്നിയെ വെടിവെച്ചു കൊല്ലാം. പന്നിയെ വെടിവെച്ചു കൊല്ലാം എന്നുള്ളത് ഗാഡ്ഗിൽ പറഞ്ഞ സൗജന്യമല്ല, രാജ്യത്ത് നിലവിലുള്ള നിയമമാണ്. അതിനെ നമ്മൾ കീടം ആയിട്ട് എന്താ പറയാ, ശല്യ കീടമായി അതിനെ പ്രഖ്യാപിച്ചാൽ അതിനെ കൊല്ലാം. ഇപ്പൊ എലിയെ പോലും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ഒരു സാധനം വന്നിട്ടുള്ളത്. വേറെ കാര്യം, അത് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എലിയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കൂല. കാരണം എലിയെ കൊല്ലില്ലെങ്കിൽ വേറെ ഒന്നുമില്ല. എലി ലോകത്തുണ്ടാക്കുന്ന നഷ്ടം. അപ്പൊ പ്രശ്നം എന്താ? നമ്മൾ ഇവിടെ ഞാൻ പറയുന്നത്, ഇത് പരിസ്ഥിതി പ്രവർത്തകരോ വനം വകുപ്പോ കർഷകരോ കുറച്ച് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ കുറച്ചാളുകളോ തമ്മിലുള്ള ഒരു തർക്കത്തിനോ വിഷയത്തിനോ ഒക്കെ അപ്പുറത്ത് ആദ്യം വേണ്ടത് കൃത്യമായ സ്ഥിതി വിവര കണക്കുകളാണ്. ഒരു രോഗിയെ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നാൽ ഡോക്ടർ ആദ്യം ചെയ്യുന്ന അയാളുടെ ശരീരത്തെ സംബന്ധിച്ച് ടെസ്റ്റ് നടത്തും. അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, യൂറിൻ ടെസ്റ്റ് ചെയ്യും, എല്ലാം ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്താണ് എന്നൊരു വശം. രണ്ട്, ഡോക്ടർ ഈസ പറഞ്ഞാൽ സമ്മതിക്കുന്നു, അടിയന്തരമായി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണം. ഇപ്പോ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ഒരു അനുഭവത്തിന് ഞാൻ ഷൊർണൂർ എന്ന് പറയുന്ന നഗരസഭയിൽ ജീവിക്കുന്ന ഒരാളാണ്. അല്ലെ, എനിക്ക് അവിടെ സ്ഥലമുണ്ട്. അവിടെ കൃഷി ചെയ്താൽ ഒരു കൃഷിയും കിട്ടൂല. അവിടെ ഷൊർണൂര് വനമില്ല, ഒന്നുമില്ല. പക്ഷെ ഷൊർണൂർ പന്നി കൂട്ടത്തോടെ വരുന്നു, മയിൽ കൂട്ടത്തോടെ വരുന്നു. അത് കംപ്ലീറ്റ് അതുകൊണ്ട് ഇപ്പൊ നമ്മള് താഴെയുള്ള ഒരു സാധനം കുത്തില്ല. ഒരു വാഴ വയ്ക്കാൻ പറ്റില്ല, തെങ്ങ് വയ്ക്കാൻ പറ്റില്ല. തെങ്ങ് വെച്ചൊക്കെ പറിച്ചിട്ടു, തെങ്ങ് തൈ പോലും പറിച്ചിട്ടു. എന്ന് പറഞ്ഞാൽ ഇത് അനുഭവമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്ന ചോദ്യം
പന്നിയെ വെടിവെക്കാൻ ആരാണ് വെടിവെക്കേണ്ടത്? തോക്കില്ല എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തോക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെടിവെക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ നാളെ പോലീസുകാരൻ പറയാം ലാത്തി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ ഒന്നും ഉപദ്രവിച്ചില്ല, ജനങ്ങൾ എന്തെങ്കിലും അക്രമം ചെയ്തോട്ടെ, ഞങ്ങളുടെ ലാത്തി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പോലീസുകാർ പറയുന്ന പോലെ ഒരു സംഗതിയല്ലേ? എന്തായാലും ഒന്നാമത്തെ കാര്യം ഗാഡ്ഗിൽ പറഞ്ഞ പ്രധാന കാര്യം എന്താ? ഭരണഘടനാപരമായി സ്റ്റേറ്റിന്റെ ഒരു ഉത്തരവാദിത്വം. ഈ രാജ്യത്തെ പൗരന്റെ ജീവനും സ്വത്തും ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കാനുള്ള എന്താണ് പറയാ അവരുടെ കടമയുണ്ട്. ആ കടമ സ്റ്റേറ്റ് നിറവേറ്റുന്നുണ്ടോ? ഏതെല്ലാം കാര്യങ്ങൾ നിറവേറ്റണം. ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ കോടതി പോവാന്ന് വെച്ചോളൂ. കോടതിയിൽ നിയമവ്യവഹാരത്തിന് പോവാണ്. കടുവയെ കൊല്ലാം, അപ്പൊ നരഭോജിയായ കടുവയെ കൊല്ലാം എന്ന് സെക്ഷൻ 11 പറയുന്നുണ്ടെങ്കിലും ഇവിടെ എണ്ണം കൂടുതലുണ്ട് കടുവയെ, അതുകൊണ്ട് കടുവയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി നമ്മൾ സുപ്രീം കോടതിക്ക് പോകാന്ന് വെച്ചാൽ സുപ്രീം കോടതി ചോദിക്കാൻ പോണ ആദ്യത്തെ കാര്യം, എംപവേർഡ് കമ്പനി ചോദിക്കാൻ പോണ ആദ്യത്തെ കാര്യം, അല്ലെങ്കിൽ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡ് അവരുടെ അടുത്ത് ചെല്ലണമല്ലോ, അവർ ചോദിക്കാൻ പോണ കാര്യം നിങ്ങളുടെ കയ്യിൽ എവിടെ നിന്നായി കണക്ക് കിട്ടിയെന്ന. ശരിയാണ്, ബിനോയും അല്ലെങ്കിൽ മറ്റേ അവര് രണ്ടുപേരും അവരുടെ അനുഭവത്തിൽ പറഞ്ഞ എണ്ണം കൂടുതലുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വൈൽഡ് ലൈഫ് ബോർഡിന്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ലേ? ഗവൺമെന്റ് ഇങ്ങനെ ഇനി കുറച്ച് ഞങ്ങളുടെ അവിടെയൊക്കെ നാട്ടിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചെയ്യണം എന്ന് വൈൽഡ് ലൈഫ് ബോർഡിൽ ചെന്നാൽ, സുപ്രീം കോടതി ചെന്നാൽ, എംപവേർഡ് കമ്മിറ്റി ചെന്നാൽ ഇതിന് അംഗീകാരം കിട്ടും. അപ്പൊ ആദ്യം വേണ്ടത് എന്താ? ആദ്യം ഇവിടെയാണ്. ഇതിപ്പോ കഴിഞ്ഞ 11 കൊല്ലമായിന്ന് ഇപ്പൊ അദ്ദേഹം ബിനോയ് പറയുന്നു. 11 കൊല്ലമായി നമ്മൾ എന്ത് പഠനം നടത്തിയത്? കഴിഞ്ഞ 11 കൊല്ലത്തിനിടയിൽ ഞാൻ പന്നിയെ കുറിച്ച് എണ്ണം പറഞ്ഞ് ഞാൻ കൃത്യമായി ശാസ്ത്രീയമായി പഠിച്ചതല്ലോ. ഒരാൾ പറഞ്ഞൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പന്നി ഇറങ്ങുന്നോണ്ട് കടുവ എനിക്കറിയൊന്നുമില്ല, ഞാനങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ വൈൽഡ് ആയിട്ടുള്ള, നമ്മൾ വൈൽഡാണ് ചർച്ച ചെയ്യുന്നെങ്കിൽ വൈൽഡ് വേറെ അർത്ഥത്തിൽ വൈൽഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയുകയും ആ അർത്ഥത്തിൽ നമ്മൾ ഇതിനെ കാണുകയും ചെയ്തു. ഇപ്പോ അതുകൊണ്ടാണ് നമ്മൾ സുതാര്യതയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. ഇപ്പൊ ഗ്രാമസഭകൾ, ഞാൻ ബിനോയ് അടക്കമുള്ളവർ പറയുന്നത് ഗ്രാമസഭയ്ക്ക് ഗാഡ്ഗിലിനെ പറ്റി ഇപ്പൊ ഗാഡ്ഗിലിന്റെ തെറിയൊക്കെ പറയട്ടെ, പണ്ട് തെറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗാഡ്ഗിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പാരിസ്ഥിതികമായ സംരക്ഷണം ഗ്രാമസഭയുടെ ചുമതലയിൽ പെടുത്തണം. ഗ്രാമസഭയ്ക്ക് തീരുമാനിക്കാൻ കഴിയണം. നിങ്ങളുടെ ഗ്രാമസഭയിൽ ആ വാർഡിലേക്ക്, ഗ്രാമസഭയിലെ ഏരിയയിലേക്ക് വരുന്ന ഒരു മൃഗത്തെ കൊല്ലണമെന്ന് തീരുമാനിക്കേണ്ട അവകാശം ഗ്രാമസഭയ്ക്കാണ്. മാത്രമല്ല ഗാഡ്ഗിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ സെക്ഷൻ 11 ഒരു മാറ്റം വരുത്തണം. കാരണം അതിന്റെ ഇറച്ചി എനിക്ക് തോന്നുന്നു വനംവകുപ്പിന് കൊടുക്കണം, അവർ കരിച്ചു കളയണം. അത് വേണ്ട, അത് പ്രോസസ് ചെയ്ത് അതത് പ്രദേശത്തെ ജനങ്ങൾക്ക് പോഷകാഹാരമായും വരുമാനമായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞാലാണ്. ഈ ഇപ്പോഴൊന്നുമല്ല ഗാഡ്ഗിൽ പറഞ്ഞത്. ഗാഡ്ഗിൽ വളരെ മുമ്പ് പറഞ്ഞത് ഞങ്ങളൊക്കെ ഗാഡ്ഗിലിനെ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ കാലത്ത്, ഇവിടെ വലിയ ബഹളം നടന്ന കാലത്ത് നമ്മളത് കോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഗ്രാമസഭകൾക്ക് അധികാരം വേണം. ഇതിപ്പോ നാഷണൽ വൈൽഡ് ലൈഫ് ബോഡി പോയി ഇതൊക്കെ ഉത്തരം കിട്ടി വരുമ്പോ എപ്പോ കിട്ടും? അതുകൊണ്ട് രണ്ട് സമീപനം ഇക്കാര്യത്തിൽ വേണം. ഒന്ന് അടിയന്തരമായി ശാസ്ത്രീയമായി വേണം. ഒരു പരസ്പരം ആക്രമണത്തിലൂടെ ഒരു കാര്യമില്ല, അത് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇതുവരെ സംരക്ഷിക്കാൻ. അത് ഏതാണ് ഏറ്റവും ഇഫക്റ്റീവ് ആവുക എനിക്കറിയില്ല, ഞാൻ അതിന്റെ എക്സ്പെർട്ട് അല്ല. അതിന്റെ എക്സ്പെർട്ടുകൾ കൂടിയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രദേശത്തിനും യോജിച്ചത് ഏതാണ് എന്ന് അന്വേഷിക്കണം. ഓരോ മൃഗത്തിനും, ഇപ്പൊ നമ്മള് ആനയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം കുരങ്ങനെ ഗുണമുണ്ടാവില്ല. കാരണം ആനയ്ക്ക് നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ കുരങ്ങനെ ഇതേ കൂടി ചാടി കുരങ്ങൻ പോകും. മയിലിന് ഗുണമുണ്ടാവില്ല, ചിലപ്പോ പന്നിക്ക് ഗുണമുണ്ടാവില്ല. അപ്പൊ ഇത് കടുവയ്ക്ക് ഗുണമുണ്ടാവില്ല. ആനയ്ക്ക് ചാടാൻ പറ്റാത്ത കടുവ ചാടിയെന്ന് വരും, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ വേർതിരിക്കുക? ഇപ്പൊ കടുവ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടി, വയനാട്ടിൽ കടുവ വന്നത് കാട്ടിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോങ് സ്റ്റാൻഡ് കറക്റ്റഡ്. ഇപ്പൊ കടുവയുടെ ആക്രമണം ഉണ്ടായത് വനത്തിനടുത്തൊന്നല്ല, വനത്തിൽ നിന്ന് ഇങ്ങനെ ചാടി പെട്ടെന്ന് കാല് തെറ്റി പുറത്തേക്ക് വീണൊന്നുമല്ല കടുവ. ആ കടുവ വളരെ ദൂരം സഞ്ചരിച്ചു വന്നതാണ്. എങ്ങനെയാണ് ഒരു കടുവ എത്ര ദൂരം സഞ്ചരിച്ചു വരുന്നത്? പല വണ്ടിയുടെ മീതെ കിടന്നു വന്നാണ്. എനിക്കറിയാം. അത് ഞാൻ പറയണത്, ഇതൊക്കെ നമ്മുടെ ഒരു രേഖ വേണ്ടേ, എന്തെങ്കിലും ഒരു രേഖ വേണ്ടേ? ഇപ്പൊ നമ്മൾ കടുവയ്ക്കൊക്കെ ചിപ്പ് വെക്കും, എന്തോ ആനയ്ക്ക് ചിപ്പ് വെച്ചു എന്ന് പറഞ്ഞു, അതുപോലെ ഇത് ചിപ്പ് വെക്കാൻ കഴിയും. സാങ്കേതിക വിദ്യ. ഇപ്പൊ അതുപോലെ ക്യാപ്ചർ ആൻഡ് റീക്യാപ്ചർ, അത് സാറിനൊക്കെ അറിയാം. റീക്യാപ്ചർ ആൻഡ് റീക്യാപ്ചർ ക്യാമറയൊക്കെ വെച്ച് നമ്മൾ വലിയ സന്നാഹങ്ങളൊക്കെ നടത്തി, എന്നിട്ട് അതിന്റെ കൃത്യം കണക്ക് കിട്ടിയോ? ആ കണക്കുണ്ടോ? അതുകൊണ്ട് അടിയന്തരമായി കർഷകനെ സംബന്ധിച്ചിടത്തോളം, വന മേഖലയിൽ അടുത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്നു. അവരുടെ ജീവനും സ്വത്ത് സംരക്ഷിക്കാൻ സ്റ്റേറ്റിന് ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യാൻ സ്റ്റേറ്റ് തയ്യാറാവണം. അതിൽ ഈ പറഞ്ഞ ജനങ്ങൾക്ക് കടമേണ്ട അവരും തയ്യാറാണ്. രണ്ടുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ശ്രീ വിജയകുമാർ, അതാണ് ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഈ സർക്കാരിൻ്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളോ ഔദ്യോഗികമായി പങ്കെടുക്കുന്നില്ല. അവരോട് ചോദിച്ചാൽ ഇതൊരു തർക്ക വിഷയമായി മാറും എന്നതുകൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു പാനലിലേക്ക് പോകാത്തത്. അവർ കഴിഞ്ഞ സർക്കാർ ഇതൊക്കെയാണ് ചെയ്തത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു, എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം അത് കുറഞ്ഞു. ഇതാണൊരു പതിവ് പല്ലവി. പക്ഷേ നമുക്കറിയാം, എപ്പോഴും ഈ വികസനം എന്ന് പറഞ്ഞ് റോഡും പാലങ്ങളും സ്കൂളും കെട്ടിടങ്ങളും ഒക്കെ ഉയർത്തി കാണിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ആ വികസനത്തിന് മാത്രമല്ല
സ്വൈര്യമായി ജീവിക്കുവാനുള്ള അവസരം ഓരോ പൗരനും ഒരുക്കി കൊടുക്കുക എന്നതും ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് സന്തോഷും അതോടൊപ്പം തന്നെ ഈ പാനലിൽ പങ്കെടുക്കുന്ന മറ്റ് ആളുകളുമൊക്കെ ആവശ്യപ്പെടുന്നത്. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഭരണകൂടങ്ങൾ? ഭരണകൂടം എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള വളരെ എക്സ്പെർട്ടൈസേഷൻ ആവശ്യമായിട്ടുള്ള വിഷയങ്ങളിൽ അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. നമുക്കറിയാം, ഈ ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു സംഭവമല്ല. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പതുക്കെ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ഇതിന്റെ ഒരു ബേസ്റ്റിംഗ് ഈ അടുത്ത ഒരു 5-10 വർഷത്തിന്റെ ഇടയിൽ പെട്ടെന്ന് സംഭവിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ബാധ്യതപ്പെട്ട പലതരത്തിലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്, വനഗവേഷണ സ്ഥാപനമുണ്ട്. ഇവിടെയൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂടി ഉത്തരവാദിത്വമാണ് ഈ ഇത്തരത്തിലുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിനുള്ള ഒരു എന്തൊക്കെ സംഭവിക്കാമെന്നുള്ള പ്രഡിക്ഷനുകൾ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കൽ ഒക്കെ ഇത്തരത്തിലുള്ള ഗവൺമെന്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളും കൂടിയാണ്. പക്ഷേ ആ സംവിധാനങ്ങളെ ചലിപ്പിക്കുക എന്നതാണല്ലോ നമ്മുടെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷെ ആ സംവിധാനങ്ങൾ ഇത്രയും കാലം എന്താണ് ചെയ്തത് എന്ന് അറിയാനുള്ള അവകാശം കൂടി നമുക്കുണ്ട്. ഇപ്പോഴും നമ്മൾ 0 പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കിപ്പോഴും എല്ലാവരും പരസ്പരം ഒരു കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാം ക്ലിയർ ആയിട്ടാണ് ഇത്രയും കാലം പോയത് എന്ന് പറയുന്ന ഘട്ടത്തിൽ എത്തുമ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ഏതൊക്കെയോ വിഷയങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരേണ്ടവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനെ ഗവൺമെന്റുകൾ, ഈ ഒരു ഗവൺമെന്റ് മാത്രമല്ല ഏത് ഗവൺമെന്റ് ആയാലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും വേണ്ട, അല്ലെങ്കിൽ പുതുതായിട്ട് വേണ്ട ഗവേഷണങ്ങൾ നടത്തണമെങ്കിൽ ഇവയുടെ നമ്പർ ആയാലും ഈ പറഞ്ഞ ക്യാരിങ് കപ്പാസിറ്റി ആയാലും ഒക്കെ പെട്ടെന്നുണ്ടായ ഒരു സംഭവങ്ങളല്ല. അതിനെ പറ്റിയിട്ടൊക്കെയുള്ള പഠനങ്ങൾ നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെന്റിനുണ്ട്. അത് എത്രമാത്രം സക്സസ് ആയിട്ട് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും ഒരുപക്ഷെ ഈ ബിനോയ് ആകട്ടെ സന്തോഷാകട്ടെ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്നത് ആ മൃഗങ്ങളോടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ്. പക്ഷേ അവർ വളരെ കൃത്യമായി പ്രതികരിച്ചത് ആ മൃഗങ്ങൾ കൃത്യമായി കാട്ടിൽ ജീവിക്കട്ടെ, അതിനൊരു ബുദ്ധിമുട്ടും അവർക്കില്ല. ഇതിലെ ഒരു വിഷയമുള്ളത്, നമ്മളിപ്പോ പറയുമ്പോൾ ആനയോ കടുവയോ പോലെയുള്ള മൃഗങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഫെൻസിങ് നടക്കുമായിരിക്കും. CRP പറഞ്ഞതുപോലെ പല മൃഗങ്ങൾക്കും നമ്മുടെ ഫെൻസിങ് അത്രമാത്രം പ്രായോഗികമല്ല. നമുക്കറിയാം, ഈ ആസ്ട്രേലിയയില് കാട്ടുമുയലുകൾ വന്നപ്പോ അതിനു വേണ്ടിയിട്ട് കാട്ടുമുയലുകള് അവിടെ വലിയ പ്രതിസന്ധി, ആകെ ഒരു ജോഡി കാട്ടുമുയലുകളെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ആസ്ട്രേലിയയിൽ ഒരു കർഷകൻ കൊണ്ടുപോയതാ. അതവിടെ പെറ്റുപെരുകി കോടാനുകൂടിയാകുകയും കൃഷി അസാധ്യമാകുന്ന മരുപ്പരമ്പാക്കി മാറ്റുന്ന വിധത്തിലായപ്പോഴാണ് ഈ വളരെ പ്രശസ്തമായിട്ടുള്ള ആസ്ട്രേലിയക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു മുയൽ കടക്കാതെ വേലി, ആ റാബിറ്റ് പ്രൂഫ് ഫെൻസ് പണിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിക്കും. നമുക്കറിയാം, ഇപ്പോഴും സക്സസ് ആയിട്ടില്ല. അതിനു മുമ്പ് അതായത് ഒരു മുയലിനെ തടയാൻ പോലും നമുക്ക് പറ്റില്ല. അത്തരത്തില് കേരളം മുഴുവൻ. അതുകൊണ്ടാണ് ശ്രീ വിജയകുമാർ ഞാൻ ചോദിച്ചത്, അതായത് ഈ വിഷയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാ. ശ്രീ ബിനോയ് ചാക്കോ, ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ PT7 ആയി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മുടെയൊക്കെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ PT7 ഒരുപക്ഷെ പിടികൂടിയേക്കാം അടുത്ത ദിവസം. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിസന്ധിയൊക്കെ തീരുമോ? ഒരിക്കലുമില്ല. ഇവിടെ ചോദ്യം പ്രധാനപ്പെട്ടത് തന്നെയാകുന്നത് അതുകൊണ്ടാണ്. ഇവിടെ കൃഷി വേണോ, കൃഷിക്കാരൻ വേണോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. അതിന് ഒരു പ്രഥമ പരിഗണന നൽകണം. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾക്ക് നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ തേടാൻ വേണ്ടി മുൻഗണനയിൽ ഈ വിഷയങ്ങളെല്ലാം എന്നും നിലനിർത്താൻ കഴിയുള്ളൂ. നേരത്തെ എല്ലാം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ നടത്തിയ ചർച്ചകളെല്ലാം ആ ഘട്ടത്തിലും അത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നതും ആകുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ്. നമുക്കിവിടെ ഒരു ആന കൊണ്ട് തീരുന്നില്ല. ഈ പ്രദേശത്ത് ഒരുപക്ഷെ മലമ്പുഴ, ഒരുപക്ഷെ വാളയാർ തൊട്ട് പുതുശ്ശേരി, മലമ്പുഴ, അകത്തേത്ര, പുതുപ്രിയാരം, മുണ്ടൂർ പഞ്ചായത്തുകളിൽ ഒന്നാകെ അങ്ങോട്ട് കല്ലടിക്കോടേക്കും അങ്ങോട്ട് മുകളിലേക്ക് കയറി അട്ടപ്പാടിയിലെല്ലാം ഒന്നാകെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരകളിൽ ഒന്നാകെ നിരവധിയായിട്ടുള്ള വന്യമൃഗങ്ങൾ. നമ്മളിപ്പോൾ കണക്കാക്കാവുന്ന കണക്കുകൾ വെച്ച് നെൽകൃഷി നശിപ്പിക്കപ്പെട്ടു, വാഴ നശിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നിരവധി നാളികേരം എന്ന് പറയുന്ന സാധനം തെങ്ങിൻ്റെ മുകളിൽ നിന്ന് കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. നാളികേരം ഒരു പാകമായി വരുമ്പോഴേക്കും കുരങ്ങ് വന്ന് നശിപ്പിക്കും. എങ്ങാനും അവശേഷിച്ചാൽ അത് മലയണ്ണാൻ വന്ന് തുറന്നെടുക്കും. ഏതെങ്കിലും ഒന്ന് നിന്ന് താഴേക്ക് വീണാൽ അത് പന്നി കൊണ്ടുപോകും. എങ്ങനെയാണ് കൃഷിക്കാരൻ്റെ ജീവനും അല്ലെങ്കിൽ കൃഷിയും ഇവിടെ നിലനിൽക്കുക? അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം, ഇപ്പോൾ ഓസ്ട്രേലിയയിലെ എല്ലാം കാര്യങ്ങൾ അവിടെയെല്ലാം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചില്ല. അത്തരത്തിലൊരു പോസിബിലിറ്റി സാധ്യമാകുന്ന രീതിയിൽ നോക്കില്ല. ഇവിടെ അത്തരത്തിൽ പ്രജനം സാധ്യമാകുന്ന, ഇപ്പോൾ ഡോക്ടർ ഈസയെ പോലുള്ളവർ പരിണിതപ്രജ്ഞരാണ്, ഇതിനകത്ത് ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ഇങ്ങനെയെല്ലാം ആകും, പെരുപ്പം അത്രയും കൂടും, പന്നിയെ സംബന്ധിച്ച്
എല്ലാം പറഞ്ഞു, കുരങ്ങിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു. പക്ഷേ എന്നിട്ട് നമ്മളെന്താണ് ഇത്രയധികം മുമ്പോട്ട് വന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഗ്രാഹ്യമില്ലാതെ ഇപ്പോഴും വല്ലാത്ത രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നത്? ഇവിടെ വൈരാഗ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെയോ വിഷയങ്ങളല്ല, മറിച്ച് കൃഷിക്കാരനും അവൻ്റെ ഉപജീവനവും എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്നടങ്കം ഉപേക്ഷിച്ച് പോകാനേ പറ്റൂ. ഇപ്പോൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ ഉമ്മൻ വി ഉമ്മൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയി. ഇതെല്ലാം അത്തരത്തിൽ ഒരു ചില ശുപാർശകൾ വരുമ്പോൾ ഏത് ഘട്ടത്തിലാണ് കൃഷിക്കാരനെ കേട്ടത് എന്നുള്ളൊരു ചോദ്യവും കൂടെ വരികയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വനാതിർത്തികളിൽ നടപ്പിലാക്കുമ്പോൾ സോളാർ ഫെൻസിങ് അടക്കം, ഹാങ്ങിങ് ഫെൻസിങ് അടക്കം, അല്ലെങ്കിൽ കമ്പിവേലികളടക്കം, കിടങ്ങുകൾ അല്ലെങ്കിൽ ട്രെഞ്ച് ആയിക്കോട്ടെ, കരിങ്കൽ മതിലുകളായിക്കോട്ടെ, റെയിൽ ഫെൻസിങ് ആയിക്കോട്ടെ, ഇത് നടത്തുന്ന സമയത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഏത് കൃഷിക്കാരൻ്റെ അഭിപ്രായമാണ് ഇങ്ങനെയുള്ള ആളുകൾ കേട്ടിട്ടുള്ളത്? എവിടെ വെച്ചാണ് കൃഷിക്കാരെ കളക്റ്റീവായിട്ട്, ഇപ്പോൾ ഗ്രാമസഭകളെ കുറിച്ചൊക്കെ പറഞ്ഞു പോലും, എപ്പോഴാണ് ആ കേൾവി നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള? ആ കേൾവിയുടെ അടിസ്ഥാനത്തിൽ ഓരോ നേരത്തെ എല്ലാം ഈസ പല ചർച്ചകളിലും ഡോക്ടർ ഈസ പറഞ്ഞു സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ടെറൈനും അതിൻ്റെതായ ദേശീയ പ്രത്യേകതകളും ഉണ്ടാവും. അതിനനുസരിച്ചുള്ള സാധ്യതകൾ വേണം അവിടെ ഉരുത്തിരിച്ചെടുക്കാൻ. നമുക്ക് അതിനനുസരിച്ചുള്ള സാധ്യതകൾ ഉരുത്തിരിച്ചെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കൃഷിക്കാരനെ കേൾക്കുവാനുള്ള സന്നദ്ധ സന്മനസ് എല്ലാ അധികാരികളും കേൾക്കണം, ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ച്. ഇക്കാര്യം തീർച്ചയായും ഈ മേഖലയിലുള്ളവർ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് അധികാരികൾ മാത്രമാണ് കേൾക്കാതെ പോകുന്നത്. ശ്രീ സന്തോഷ്, ഞാൻ താങ്കളിൽ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്ത് പരിഹാരമാണ് ഉണ്ടാകേണ്ടത് എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾക്കും കൃഷിക്കും ഒരു ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ധോണിയിലെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ഏകദേശം കയ്യറ മുതൽ ഒരു ചുറ്റളവിലാണ് വീടുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കയ്യറ ഒരു യു ടേൺ പോലെ വന്ന് ഇവിടെ പഴമ്പുളി എന്ന് പറഞ്ഞ സ്ഥലത്തിലെത്തും. അതൊരു യു ടൈപ്പിലാണ് ഈ സ്ഥലം കിടക്കുന്നത്, ജനവാസ മേഖല കിടക്കുന്നത്. ഇപ്പൊ നേരത്തെ എന്ന് പറഞ്ഞാൽ പണ്ട് ആനകൾ മുകളിൽ കൂടെ ആനത്താരയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആനകൾ ഇപ്പോൾ വരുന്നത് നേരെ സ്ട്രൈറ്റ് കയ്യറിൽ നിന്ന് വിട്ടു പറഞ്ഞ് നേരെ പഴമ്പുളിക്ക് എത്താനുള്ള നേരെ ജനവാസ മേഖല സെന്ററിൽ കൂടെ നടുവിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പൊ ഇവിടുത്തെ ഭൂപ്രകൃതിയും ഇവിടുത്തെ എന്താ പറയാ പരിസ്ഥിതി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള വേണ്ട മുൻഗണന കൊടുത്ത് ഇവിടുത്തെ സ്ഥലത്തിനും അതിനുള്ള സാഹചര്യം മനസ്സിലാക്കി മുൻഗണന കൊടുത്ത് ഇവിടെ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള കാര്യങ്ങൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. എന്തായാലും സാഹിത്യരചനകളിൽ പോലും ലോകമേ തറവാട് തനിക്ക് പൂക്കളും പുഴുക്കളും തൻ കുടുംബക്കാർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള രചനകൾ നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും അതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പൂക്കളെയും പുഴുക്കളെയും പോലും ഉപദ്രവിക്കേണ്ടതില്ല, പക്ഷേ അത് മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക്. വൈക്കം മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ഈ ഭൂമിയുടെ അവകാശികളുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി രചനകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ആസ്വദിച്ച് വായിക്കുന്ന നിരവധി ആളുകളുണ്ടാകും. പക്ഷേ ഈ വനമേഖലയിൽപ്പെടുന്ന കർഷകർ അവർ നേരിടുന്ന പ്രയാസം അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ഇവയെല്ലാം ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. അതിനെ തടയണം എന്ന് മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്നത് തീർച്ചയായും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു വന്യമൃഗത്തെയും കൊല്ലണമെന്നോ അതിനെ ഉപദ്രവിക്കണമെന്നോ ആരും പറഞ്ഞിട്ടില്ല. നിരവധി നിർദ്ദേശങ്ങളും ഈ 1 മണിക്കൂർ മാത്രം നീണ്ട ഒരു ചർച്ചയിൽ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഇത് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നല്ല. ഈ മേഖലയിലുള്ള വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്തു പോയാൽ തീർച്ചയായും അധികാരികൾക്ക് ഈ വന്യജീവികളുടെ ശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെന്നത് വ്യക്തമാണ്. ഇക്കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ആവർത്തിക്കാനുള്ളൂ. എന്തായാലും ഓൺലൈൻ വഴി അഭിപ്രായം ചോദിച്ചത് വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാകുമോ എന്നായിരുന്നു. 65% പ്രേക്ഷകർ അതിന് സാധ്യതയില്ല എന്നാണ് പറയുന്നത്. 23% പ്രേക്ഷകർ സാധ്യതയുണ്ട് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ 12% പ്രേക്ഷകർ ഒരഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നില്ല. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.